മുൻ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPM നടുവണ്ണൂർ കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറിയുമായ അക്ബർ അലി ഇപ്പോൾ കോൺഗ്രസിൽ ചേരുകയാണ്. കോയമ്പത്തൂരിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് സോറി അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അക്ബർ അലി കോയമ്പത്ത് എന്നാണ് കേട്ടോ. അക്ബർ അലി കോയമ്പത്ത് CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേരുകയാണ്. പ്രവീൺ കുമാറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നുള്ള കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചേരാനുള്ള കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഇന്നത്തെ ഈ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ രാജ്യത്തെ നിലനിർത്താൻ കഴിയുള്ളൂ. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിലുൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വളരെ നിർണായകമായ പങ്കുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന് കൂട്ടിച്ചേർക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. മതേതരത്വത്തോട് ഏറ്റവും പ്രതിബദ്ധത പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ദേശീയ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിലനിർത്താൻ ശേഷിയുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇപ്പോൾ ബഹുമാന്യനായ DCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ CPIMൻ്റെ മതേതരത്വ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. ഏറ്റവും അവസാനമായി MEX7 എന്ന് പറയുന്ന ഒരു യോഗ ക്ലാസ്, ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്കണ്ഠാകുലരായ ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ യോഗ പരിശീലനത്തെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആളുകൾ അതിലുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ആ മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യൂനപക്ഷത്തെ സംശയ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി CPIMൻ്റെ ജില്ലാ സെക്രട്ടറി യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും അവർ സംശയ നിലയിലാണ്. അപ്പോൾ CPM വിഭാവനം ചെയ്യുന്ന മതേതരത്വ കാഴ്ചപ്പാടിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആവശ്യമായ ജാഗ്രത കാണിക്കുമായിരുന്നു. എന്നാൽ ഒരു ജാഗ്രതയും കാണിക്കാതെ പിന്നീട് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് വന്നിട്ടുള്ള വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് അത് വിഴുങ്ങിയിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉയർത്തി അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പാലക്കാട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സന്ദീപ് വാര്യർ രാഷ്ട്രീയമായ നിലപാടിൽ വ്യതിയാനമുണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ CPIMൻ്റെ ഉന്നത നേതാക്കന്മാരൊക്കെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി മാറുമെന്നുള്ള രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി. അദ്ദേഹം സ്വീകരിച്ചത് CPIM അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും സന്ദീപ് വീണ്ടും ശുദ്ധ വർഗീയവാദിയായി മാറി. മാത്രവുമല്ല, സന്ദീപിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചില പ്രചരണങ്ങളും നോട്ടീസുകളും ഒക്കെ മതവിഭാഗങ്ങളിൽ കൂടുതൽ CPMൻ്റെ നടുവണ്ണൂർ കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി ഒപ്പം മുൻ SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അക്ബർ അലി കോയമ്പത്താണ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. കോഴിക്കോട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മതേതരത്വ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിട്ടാണ് താൻ ചേരുന്നത് എന്നാണ് ഇപ്പോൾ അക്ബർ അലി പറഞ്ഞിരിക്കുന്നത്.